ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ നമുക്ക് അൺനോൺ കോൾസ് എല്ലാം വരുമ്പോൾ ഇത് ആരാണ് വിളിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രൂ കോളർ യൂസ് ചെയ്യുക എന്നതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് വരുന്ന അൺനോൺ കോളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. ഇതിനായി നിങ്ങൾ ആദ്യം ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത് ട്രൂ കോളർ എന്നാണ്. ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സ്പേസ് ഒന്നുമില്ലാതെ ഇപ്രകാരം ട്രൂ കോളർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം ബി എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായി ഒരു ട്രൂ കോളർ വന്നിരിക്കുന്നത് കാണാം. അതായത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ പ്രൊഫൈൽ ഐക്കണുള്ള ഒരു ട്രൂ കോളർ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നിരിക്കുന്ന ഈ ഓപ്ഷൻ ഒന്നും ഇപ്പോൾ വർക്കാകുന്നില്ല. അതിനാൽ തന്നെ നമ്മൾ ഈ മുകളിലുള്ള ഈ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു പേജാണ് വരിക. അതിനുശേഷം ഇവിടെ താഴെ വന്നിരിക്കുന്ന സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻഡ് മീ എനി ഫോൺ നമ്പർ ഇൻ ഇന്റർനാഷണൽ ഫോർമാറ്റ് ടു ഗെറ്റ് ദിസ് ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായി ഞാൻ ഇവിടെ ഒരു ഫോൺ നമ്പർ സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്രകാരം ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ജോയിൻ ഹിയർ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ ഈ ജോയിൻ ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ഇപ്രകാരം ഞാൻ ഇതിൽ ജോയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇപ്രകാരം ഇവിടെ ഈ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെയായി എൻ്റെ പേര് വന്നിട്ടുണ്ട്. എൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി ഇവിടെ സെൻഡ് ചെയ്തത്. ഇപ്രകാരം നിങ്ങൾക്ക് അൺനോൺ നമ്പർ എല്ലാം വരികയാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്